ഒരിക്കലും ഇല്ല നിഷാദെ. ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളുമായിട്ടാണ് ഡീലിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമായി ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ഈ സർക്കാരിനെതിരെ കടക്ക് പുറത്ത് എന്ന് പറയാൻ കാത്തിരിക്കുന്ന ദിവസമാണ് ഏപ്രിൽ മാസത്തിൽ വരാൻ പോകുന്നത്. മെയ് മാസത്തിൽ ഇത്തരത്തിലൊരു റിസൾട്ട് ഉണ്ടാകുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രതിനിധി രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതിനപ്പുറത്തേക്ക് ഇവിടെ ചരിത്രത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് ചെറുപ്പാണ് എന്തൊക്കെയോ പറഞ്ഞു പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ആ ഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് 2025 ജൂൺ മാസത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് താങ്കളുടെ അല്ല CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹം ഒരു പരാമർശം നടത്തിയത് അങ്ങ് അറിഞ്ഞോ അറിയാതെയോ മറന്നുപോയതാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹം പറഞ്ഞത് RSSുമായി ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഒരു കോൺഗ്രസ് നേതാവുമല്ല, CPM സംസ്ഥാന സെക്രട്ടറിയാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന, കേരളം ഭരിക്കുന്ന സാക്ഷാൽ കാരണഭൂതൻ ആദ്യമായി നിയമസഭയിൽ എത്തിയതും ഇതേ സംഘപരിവാർ ശക്തികളുടെ പിന്തുണയോടുകൂടിയാണ് എന്ന് ചരിത്രം സൂചിപ്പിക്കുന്ന വസ്തുതയാണ്. അപ്പോ ചരിത്രത്തിൽ ഏതാണ്ട് വല്ലാത്ത കാര്യങ്ങളുണ്ട്, ഏതാണ്ട് ചരിത്രം സത്യം പറയുമെന്നൊക്കെ പറയുമ്പോ ചരിത്രം സത്യം പറയും, ശരിയാണ്. പക്ഷേ അത് നിങ്ങൾക്ക് ഭൂഷണമായ ചരിത്രമാകില്ല എന്ന് അങ്ങ് ഓർത്താൽ നല്ലത് എന്ന് മാത്രം ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനപ്പുറത്തേക്ക് നിഷാദിനോട് ചോദിച്ച മറ്റൊരു പ്രസക്തമായ ചോദ്യമുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം റാന്നിയിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ നിങ്ങൾ ജയിച്ചത് എന്നൊക്കെ പറയുമ്പോൾ റാന്നിയിൽ നിങ്ങൾ കഴിഞ്ഞ തവണ നിങ്ങളുടെ വോട്ട് നില അടക്കമെടുത്ത് പരിശോധിക്കാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്. ഏതാണ്ട് 1000-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ്, എന്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 1200-ഓളം വോട്ടുകൾക്ക് മാത്രമാണ് ഈ പറയുന്ന നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന പ്രമോദ് നാരായണൻ കഴിഞ്ഞ തവണ റാന്നിയല്ല കോന്നിയുടെ കാര്യം ഞാൻ പറഞ്ഞു, കോന്നിയുടെ കാര്യമാണ് പറഞ്ഞത്. റാന്നിയിൽ നിന്നാ അല്ലെ? അങ്ങ് ഞാൻ റാന്നിയിൽ നിന്നാ പറഞ്ഞത്, അങ്ങ് പരിശോധിക്കാം. കേരള നിയമസഭയിലേക്ക് എത്തിയത് അങ്ങ് ഇടപെട്ടില്ലല്ലോ, അങ്ങയുടെ സമയത്ത് ഇടപെട്ടില്ലല്ലോ. ശരി, ഇനി അങ്ങ് പറഞ്ഞ കോന്നി എന്ന് തന്നെ വരാൻ ഈ രണ്ട് മണ്ഡലങ്ങൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിഷാദ് എനിക്ക് അല്പസമയം തന്നെ, കാരണം കഴിഞ്ഞ സമയത്ത് അടക്കം എന്റെ സൗണ്ട് ക്ലാരിറ്റിയിൽ അടക്കം പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ്. അതായത് ഞാൻ അങ്ങയോട് രണ്ട് പ്രസക്തമായ, അതായത് പത്തനംതിട്ട ജില്ലയുമായി ബന്ധപ്പെട്ട ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ ക്ലാരിറ്റി വരുത്താൻ ശ്രമിക്കുന്നത്. അതായത് റാന്നി കോന്നി നിയമസഭാ മണ്ഡലങ്ങൾ, ഈ പറയുന്ന റാന്നി നിയമസഭാ മണ്ഡലം ആദ്യം എടുത്ത് പരിശോധിക്കാം. ഞാൻ അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞത് 1200 വോട്ടുകൾക്ക് താഴെ മാത്രം CPM ജയിച്ചിട്ടുള്ള ഒരു നിയമസഭാ മണ്ഡലത്തിൽ BJPക്ക് തലക്കേടില്ലാത്ത സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ അവർ അവതരിപ്പിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി 2020 സ്ഥാനാർത്ഥിയാണ്. അവിടെ സത്യത്തിൽ സാക്ഷാൽ ഈ CPM നേതാക്കൾക്ക് ഇപ്പോ CPM-ലേക്ക് അല്ലെങ്കിൽ CPM-ന്റെ ഇഷ്ടക്കാരനായി വന്നിരിക്കുന്ന കേരള കോൺഗ്രസ് നേതാവ് പ്രമോദ് നാരായണന് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിവിട്ട നീക്കം അവിടെ ഉണ്ടായിട്ടുണ്ട്. അഡ്വക്കേറ്റ് പഴകുളം മധു എന്ന് പറയുന്ന UDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്നായപ്പോ അവിടെ ഡീലിലേക്ക് പോകുന്ന സാഹചര്യം